പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടലുണ്ടായ ഈ പ്രദേശത്താണ് വലിയ തോതിൽ കല്ലും മണ്ണും വന്നടിഞ്ഞത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം JCBയും ഹിറ്റാച്ചിയും ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി വീടുകളുണ്ടായിരുന്നു. ഈ വാട്ടർ ടാങ്ക് കാണുന്ന മേൽക്കൂര, തകർന്നു കിടക്കുന്ന മേൽക്കൂരയ്ക്ക് തൊട്ട് താഴെയുള്ള വീടിന്റെ അവശിഷ്ടങ്ങൾ മാറ്റി രക്ഷാപ്രവർത്തകർ ഇതിനകത്ത് മൃതദേഹങ്ങളുണ്ടെങ്കിൽ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉരുൾപൊട്ടലിൽ തകർന്ന വീടിന്റെ സ്ലാബുകൾ കാണാം. എതിർവശത്ത് തകർന്ന മുസ്ലിം പള്ളി കാണാം. അതിനു മുൻപിലായി വലിയ ഒരു പാറക്കല്ലുണ്ട്. ഈ ഭാഗത്ത് ഇപ്പോൾ നേരത്തെ ഉരുൾപൊട്ടലുണ്ടായി ആ ഗതിമാറി ഒഴുകുന്ന ചെറിയൊരു വെള്ളത്തിന്റെ നീർച്ചാലുകൾ കാണാം. ആ ഹിറ്റാച്ചിയുടെ പുറകിലായി ഒരു വാഹനത്തിന്റെ അവശിഷ്ടമുണ്ട്. അതൊരു ജീപ്പായിരുന്നു. പക്ഷേ ജീപ്പാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ ഒന്നും തന്നെ അവിടെ അവശേഷിക്കുന്നില്ല. ഒരു ടയർ മാത്രം, ആ വാഹനത്തിന്റെ ചേസിസ് മാത്രമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ വീടിനകത്താണ് സുദേവന്റെ കുടുംബാംഗങ്ങൾ, സുദേവന്റെ വീടാണിത്. ഈ വീടിനകത്ത് സുദേവന്റെ ബന്ധുക്കൾ ഉണ്ടെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ NDRFും അതുപോലെ തന്നെ മറ്റ് രക്ഷാപ്രവർത്തകരും ഈ മേഖലയിൽ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. ഈ തൊട്ടടുത്ത പ്രദേശത്തും നിരവധി രക്ഷാപ്രവർത്തകരെത്തി തകർന്നു കിടക്കുന്ന വീടിന്റെ അവശിഷ്ടങ്ങൾ മാറ്റി കൂടുതൽ മൃതദേഹങ്ങളുണ്ടെങ്കിൽ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. ഇന്ത്യൻ ആർമിയുടെ 2 സ്നിഫർ ഡോഗുകൾ ഇവിടെ എത്തിയ ഉടൻ തന്നെ ഒരു നായ മണം പിടിച്ച് ആ ഭാഗത്ത് എന്തോ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള സൂചനകൾ രക്ഷാപ്രവർത്തകർക്ക് നൽകുന്നുണ്ടായിരുന്നു. ഈ ഭാഗത്ത് ഏകദേശം 41 ആളുകൾ കാണുന്നില്ല എന്നുള്ള വിവരം, അവരെ കാണാതായി, അവരെപ്പറ്റി ഒരു വിവരവുമില്ല എന്നുള്ള രീതിയിൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ പുഞ്ചിരിമട്ടത്ത് ഉള്ള പ്രദേശത്തിന് അടുത്തുള്ള ട്രീ വാലി റിസോർട്ടിനോട് ചേർന്ന പ്രദേശത്ത് നിരവധി വീടുകളിൽ താമസിച്ചിരുന്നവർ അർദ്ധരാത്രിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായ ആളുകളാണ്. അതിൽ നേരത്തെ പറഞ്ഞ സുദേവന്റെ കുടുംബത്തിന് സമീപമാണ് ഇപ്പോൾ ഈ ഹിറ്റാച്ചി. ആ സുദേവന്റെ വീടിന്റെ സമീപത്തെ അവശിഷ്ടങ്ങളാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം വലിയ ഒരു ചുമർ, തകർന്നു വീണ ചുമരിന്റെ ദൃശ്യം. ആ ഭാഗമാണ് ഇപ്പോൾ JCB ഉപയോഗിച്ച് പുറകിലേക്ക് വലിച്ചു മാറ്റി ഒഴിവാക്കുന്നത്. ആ വീടിനകത്ത്, അതായത് ഈ ഉരുൾപൊട്ടലിലുണ്ടായ വലിയ പാറയും മണ്ണുമെല്ലാം വന്നിടിഞ്ഞ് തകർന്നു വീണ വീടിന്റെ ചുമരാണ് ഇപ്പോൾ ഹിറ്റാച്ചി കയ്യിൽ ഈ ഭാഗത്തു നിന്ന് നീക്കി മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുന്നത്. ആ ഭാഗത്ത് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ പരിശോധന നടത്തുന്നുണ്ട്. പുഞ്ചിരിമട്ടത്ത് നേരത്തെ കാണാതായ ഈ സുദേവന്റെ കുടുംബത്തിലെ ആളുകൾക്കായുള്ള തിരച്ചിൽ നടക്കുന്നു. അങ്ങകലെ വിദൂര ദൃശ്യത്തിൽ നമുക്ക് കാണാം ഈ മുണ്ടക്കയുടെ താഴ്ഭാഗത്ത് തകർന്ന വീടുകളെ നിശേഷം തുടച്ചു നീക്കി അവിടെ വലിയ ഒരു കുന്നായി രൂപപ്പെട്ടിരിക്കുന്നു. ഈ പുഞ്ചിരിമട്ടത്ത് ഉണ്ടായിരുന്ന ആളുകളിൽ 41 പേരുകളിൽ 1 സുദേവന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഉൾപ്പെട്ട ഈ ഭാഗത്ത് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നുണ്ട്. അതിനടുത്ത് മറ്റൊരു ഈ തോട്ടം തൊഴിലാളിയായ ആൾ താമസിച്ചിരുന്നു. അദ്ദേഹത്തെ പറ്റിയുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ പുഞ്ചിരിമട്ടത്തിന് മുകളോട്ട്, അതായത് ഈ ട്രീ വാലി റിസോർട്ടിന് സമീപത്തുള്ള പ്രദേശത്ത് ഒരു അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിന്റെ വീട്ടിൽ 7 പേരും ഉണ്ടായിരുന്നു. അവരെക്കുറിച്ച് ഒരു വിവരവുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം അതിന് സമീപത്ത് തന്നെ മറ്റൊരു അബ്ദുൽ ലത്തീഫ്, അദ്ദേഹത്തിന്റെ ഭാര്യ, അങ്ങനെ അവരുൾപ്പെടുന്ന 2 പേർ. ഈ ലത്തീഫിന്റെ വീട്ടിൽ 4 പേരുണ്ടായിരുന്നു. മക്കളായിട്ടുള്ള 2 പേരും മറ്റു 2 പേരും ഉൾപ്പെടെ ലത്തീഫിന്റെ വീട്ടിൽ 4 പേരുണ്ട്. ഈ ആളുകളും തൊട്ടടുത്ത് തന്നെ പ്രഭാതിന്റെ ഭാര്യ, അവരും അതിന് സമീപത്തെ, അതായത് ട്രീ വാലി റിസോർട്ടിന് സമീപത്തായി ഹംസയുടെ ഭാര്യ, തൊട്ടടുത്ത് തന്നെ കുട്ടിമോന്റെ ഉമ്മയുടെ വല്യമ്മ, അങ്ങനെ ആ 3 ആളുകൾ. അതിന് സമീപത്ത് മുസ്തഫ എന്നൊരാളുടെ വീട്. മുസ്തഫയുടെ വീട്ടിൽ ഭാര്യയുണ്ട്, മകന്റെ ഭാര്യയുണ്ട്, 1 വയസ്സുള്ള കുട്ടി. ഇത്തരത്തിൽ ഈ അതിന് സമീപത്ത് ബദറുദ്ദീൻ എന്നൊരാളുടെ വീടുണ്ട്. സെൽവരാജ്, ബദറുദ്ദീന്റെ വീട്ടിലെ ബദറുദ്ദീന്റെ ഭാര്യയും ഒപ്പം സെൽവരാജിന്റെ ഭാര്യയുമുണ്ട്. ആലക്കൽ അലിയുടെ ഭാര്യ, ആലക്കൽ അലിയുടെ മകന്റെ ഭാര്യ, മറ്റു 3 കുട്ടികൾ, സുബ്രഹ്മണ്യന്റെ വീട്ടിലുള്ള മറ്റ് ബന്ധുക്കൾ തുടങ്ങി കുട്ടിമോൻ ആലിക്കൽ അലി, അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ ഈ മേഖലയിൽ ഇപ്പോഴും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അവർക്കായുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പുഞ്ചിരിമട്ടത്തിന് മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. 3 ഹിറ്റാച്ചി ഈ ഭാഗത്തേക്ക് എത്തി ഇവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട്. തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നടത്തുന്നു. അതിന് സമീപത്ത് തന്നെ സ്നിഫർ ഡോഗുകളുണ്ട്. ആ ഡോഗുകളും ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തകർന്നു കിടക്കുന്ന വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഭാഗ്യമുണ്ടെങ്കിൽ ജീവനോടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഈ ഭാഗത്ത് നിന്ന് നടത്തുന്നുണ്ട്.